നിവാരണ വിദഗ്ധൻ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം ഇന്നും നമ്മുടെ ഈ ചർച്ചയിൽ ഭാഗമായിട്ടുണ്ട്. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഈ എല്ലാ ദിവസവും നമുക്ക് ഓരോരോ വിവരങ്ങളാണ് വരുന്നത്. ചിലത് പരസ്പരം യോജിക്കുന്നത്, ചിലത് പരസ്പരം യോജിക്കാത്തത്, ചിലത് നേരെ ഘടകവിരുദ്ധമായ വിവരങ്ങൾ. ഇന്നിപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് ലോറി നേരത്തെ നിശ്ചയിച്ച ഭാഗത്തുമല്ല, അവിടെ നിന്നും വീണ്ടും കുറച്ചുകൂടി നീങ്ങിയിട്ടുണ്ടെന്ന് വരുന്നു. ലോറിക്കകത്ത് മനുഷ്യ സാന്നിധ്യം ഉണ്ടാകാൻ ഇടയില്ല എന്ന് വരുന്നു. ചായക്കടയിൽ ചായ കുടിക്കാൻ പോയി 8 പേരുടെ സംഘത്തിൽ ഒരാൾ അർജുനായിരുന്നു. അതുകൊണ്ട് അർജുന് ഈ അത്യാഹിതത്തിൽപ്പെട്ടിരിക്കാനുള്ള സാധ്യത മറ്റൊരു വഴിക്കാണ് എന്ന് ഉള്ള ചില വിവരങ്ങൾ വരുന്നു. അപ്പോൾ ഇപ്പോഴും ഒരു കൃത്യതയോടുകൂടിയുള്ള വിവരങ്ങൾ ഈ 12ാം ദിവസത്തിലും നമുക്ക് തരാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ ദൗത്യത്തിൻ്റെ ഒടുവിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇനി എന്ത് പ്രതീക്ഷയാണ് ഈ കാര്യത്തിലുള്ളത്? ശ്രീ ഗോപികൃഷ്ണൻ, നമ്മുടെ പലേരി സാറ് പറഞ്ഞതിനകത്തൊരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. 2022 കർണാടക ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ലാൻഡ്സ്ലൈഡ് ഉണ്ടാകുന്ന ഏരിയയെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് എൻ്റെ കൈവശമുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ച് ഉത്തര കന്നഡയിലെ ഈ പറയുന്ന അങ്കോള സിരൂർ മേഖല 39 പ്രാവശ്യം അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ലാൻഡ്സ്ലൈഡ് ഉണ്ടാവുകയും 903.2 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ വൾണറബിളായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ലാൻഡ്സ്ലൈഡ് പ്രോൺ ഏരിയയാണ്. അങ്ങനെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി 2022 പഠിച്ച് വിശദമായി പബ്ലിഷ് ചെയ്ത് പബ്ലിക്കിന് പോലും കിട്ടുന്നൊരു ഡോക്യുമെൻ്റ് ഉണ്ടായിട്ടാണ് അവിടെ നാഷണൽ ഹൈവേ പണിതപ്പോൾ യാതൊരു പ്രിക്കോഷനും എടുക്കാതിരുന്നത്. ആ നാഷണൽ ഹൈവേ പണിയുമ്പോൾ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണമെന്നും ആ നോട്ടിലുണ്ട്, ആ റിപ്പോർട്ടിലുണ്ട്. എങ്ങനെയാണ് ലാൻഡിനെ സംരക്ഷിക്കുക, എങ്ങനെയാണ് റിവറിനെ സംരക്ഷിക്കുക എന്നുള്ള വളരെ വിശദമായ ഗ്രാഫും ചിത്രങ്ങളും റിപ്പോർട്ടും ഡേറ്റയുമുള്ള വളരെ ബൃഹത്തായ ബുക്കാണത്. അതുണ്ട്, അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ രഘുനാഥ് പലേരി സാർ ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. കേരള സംസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്, പല സംസ്ഥാനങ്ങളും ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. പിന്നെ ഇവിടെ സംഭവിച്ചു പോയൊരു പ്രശ്നം ആദ്യം മുതലേ ഞാൻ പറയുകയാണ്. നമ്മൾ തുടക്കം ദിവസം മുതൽ പറയുന്നൊരു പ്രശ്നം, അതിപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഇരിപ്പുണ്ട്, മുഹമ്മദ് റിയാസ് സാർ. അദ്ദേഹം ചെറുപ്പക്കാരനാണ്, അപ്പോൾ ഇതുകൂടെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമുക്ക് ആമേഴഞ്ചാൻ തോട് പ്രശ്നം നടന്നപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഞാൻ മന്ത്രി തത്സമയം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹത്തോട് നേരത്തെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടിയാണ് നമ്മൾ കേട്ടത്. അതുകൊണ്ട് താങ്കൾ പറഞ്ഞത് മന്ത്രി തത്സമയം കേൾക്കില്ല, എങ്കിലും താങ്കൾക്ക് ഈ നിർദ്ദേശങ്ങൾ പറയാം. യെസ്. അപ്പം ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു കണ്ടിജൻസി ഉണ്ടായാൽ, ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ അതിലൊരു ലൈഫിൻ്റെ ഡെത്ത് കൂടി വരും, ഒരു മരണം കൂടി വരാൻ, അല്ലെങ്കിൽ ഒരു ജീവൻ കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാവിറ്റി മാറും, അതിൻ്റെ സ്വഭാവം മാറും. പിന്നെ നമ്മുടെ ഫോക്കസ് മുഴുവൻ ആളുകളെ രക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെയാണ് ലോറിയും മറ്റ് കടയും മറ്റെല്ലാം, പിന്നെയാണ് ആളുകളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ സംഭവിച്ചു പോയൊരു അബദ്ധം, അല്ലെങ്കിൽ ഒരുപക്ഷേ ജില്ലാ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടത്തിനോ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മുൻ പരിചയം കാണില്ല, എക്സ്പെർട്ടൈസ് കാണില്ല. പക്ഷേ ആദ്യ ദിവസം മുതൽ തന്നെ ചാനലുകൾ പറയുന്നതോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയ രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നതോ അല്ലെങ്കിൽ MLA പറയുന്നതോ അങ്ങനെയുള്ള മറ്റാളുകൾ പറയുന്നത് കേട്ടുകൊണ്ടുള്ള ചില തീരുമാനങ്ങളിൽ വഴുതിപ്പോയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ 3 പോയിന്റ്, ഞാൻ ഇതിനു മുമ്പേ ശ്രീ ഗോപികൃഷ്ണനുമായിട്ടുള്ള ചർച്ചയിൽ തന്നെ പറഞ്ഞതാണ്, 3 പോയിന്റാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, മല ഇടിഞ്ഞ് വീഴുന്ന റോഡ്, അവിടെ മണ്ണ് കിടക്കുന്നു, സ്വാഭാവികമായിട്ട് മണ്ണ് മാറ്റണം. 2, അതിൻ്റെ ചായക്കടയിരുന്ന തൊട്ടുള്ള താഴ്വര, അവിടത്തേക്ക് മണ്ണ് വീണിരിക്കുന്നു, ഇവർ മണ്ണ് കൊണ്ടിട്ടു, 2ാമത്തെ പോയിന്റ്. 3ാമത്തെ പോയിന്റായിരുന്നു പുഴയിൽ തന്നെ 2-3 സ്ഥലങ്ങളിൽ മണ്ണ് കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ സമാന്തരമായി ഈ ട്രോൺ വരുന്നത് 1ാമത്തെ ദിവസമാണ്. അവിടെ കരയിൽ മണ്ണ് മാറ്റുന്ന സമയത്ത് തന്നെ ട്രോണും കൂടി ഈ നദിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇതൊരു പാരലൽ മൂവ്മെൻറ്റുകൾ നടക്കേണ്ടുന്ന ഒരു ഡിസാസ്റ്റർ മൂവ്മെൻറ്റിൻ്റെ ഒരു മാനേജ്മെൻറ്റ് നടക്കാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് ഓരോ പോയിൻ്റായിട്ട് പറയുകയും ചെറിയൊരു ലോഹത്തിൽ തട്ടി, ഒരു ഇരുമ്പിൽ തട്ടി ഒരു റിഫ്ലക്ഷൻ കിട്ടിയാൽ പോലും സിഗ്നൽ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള നമ്മൾ അവിടത്തേക്ക് തന്നെ പോകുന്നു. അങ്ങനെയല്ല. ഇപ്പോൾ ഇന്നലെ പറഞ്ഞ എന്താണ്, നദിയുടെ കരയിലുള്ള അവിടെ തന്നെ ലോറിയുണ്ട്, അതിൻ്റെ ക്യാബിൻ കിട്ടി, എല്ലാം കിട്ടിയെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ മാറിയാണ് പറയുന്നത്. അപ്പോൾ അത് വീണ്ടും മാറി പോവുകയാണ്. അതുപോലെ തന്നെ ഉണ്ണിസാർ പറഞ്ഞതിനകത്തുള്ളൊരു അഭിപ്രായം, ഉണ്ണിസാർ പറയുന്ന ഈ മിഷൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇല്ല എന്ന് വിചാരിക്കുക. ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അങ്ങനെ ഒരു മിഷൻ ഇല്ല. എന്താ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റിൽ പറയുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് സംസ്ഥാന ചീഫ് സെക്രട്ടറി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, കമാൻഡർ ഇൻ ചീഫാണ്. ആ വാക്ക് വളരെ കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചു വെച്ചോളാം. കമാൻഡർ ഇൻ ചീഫാണ്. അവിടെ ഒരു സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണർ ഉണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ താഴെ സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണർ.
പിന്നെ വിപുലമായ സന്നാഹമാണുള്ളത്. അങ്ങനെ അങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, ചീഫ് സെക്രട്ടറി ആക്ട് ചെയ്ത് തുടങ്ങിയാൽ, ദാറ്റ് മീൻസ് ചീഫ് കമാൻഡർ ആക്ട് ചെയ്യാൻ തുടങ്ങിയാൽ, സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണർ ആക്ട് ചെയ്യാൻ തുടങ്ങിയാൽ, പ്രൈവറ്റ് ഏജൻസികളിലുള്ള സാധനം പിടിച്ചെടുത്ത് പോലും അവർക്ക് പൈസ പോലും കൊടുക്കേണ്ട കാര്യമില്ല. പൈസ കൊടുക്കണത് വേറെ കാര്യം, പൈസ കൊടുക്കാതെ പോലും തന്നില്ലെങ്കിൽ നിയമം മൂലം പിടിച്ചെടുത്ത് പോലും കാര്യങ്ങൾ ചെയ്യാൻ മാത്രം അധികാരവും സമ്പത്തും ഒക്കെ നൽകുന്ന വലിയ ഒരു സന്നാഹമുള്ള നിയമമാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റികൾക്ക് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് 2005 മുതൽ കൊടുത്ത സുനാമിക്ക് ശേഷം എന്ന നിയമമാണ് കൊടുത്തിട്ടുള്ളത്. ഈ പലേരി സാർ പറഞ്ഞ പോലെ ചെറിയൊരു അഡീഷൻ ഉള്ളത്, എല്ലാ ലാൻഡ്സ്ലൈഡ്, ഫ്ലഡ്, ഡ്രോട്ട്, അതുപോലെ സുനാമി, ഇതിനെല്ലാം SOP ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഏത് സ്റ്റേറ്റിലാണ് നടക്കുന്നുണ്ട്. അപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, ഇവിടെ പിന്നെ കർണാടകത്തിൽ ഇത് നടന്നാൽ ബാംഗ്ലൂരിൽ നിന്നല്ല ഏജൻസി വരേണ്ടത്, ആർക്കോണത്ത് നിന്നുള്ള NDRFകാരാണ് അത് ഏറ്റെടുക്കേണ്ടത്. അങ്ങനെ ഓരോ കേരളത്തിലുണ്ടാക്കിയാൽ വേറെ സ്ഥലത്തു നിന്നാണ്. ഓരോ സ്റ്റേറ്റിലും ഇത് ഓരോ വിഷയമുണ്ടായാൽ തൊട്ടടുത്തുള്ള ഏത് NDRF യൂണിറ്റാണ്, ഏത് നേവൽ യൂണിറ്റാണ്, ഏത് സൈന്യ യൂണിറ്റാണ്, അവരെല്ലാം ഏറ്റെടുക്കേണ്ടതിന് റെസ്പോൺസിബിൾ ഓഫീസർമാരുണ്ട്, സംവിധാനമുണ്ട്. ഇത് നിർഭാഗ്യവശാൽ ഇതൊന്നും ഇവിടെ വർക്കൗട്ട് ചെയ്തില്ല. ഇപ്പോഴും ഒരുതരം ജനാധിപത്യത്തിൽ നമ്മൾ ഗ്രാമസഭയെ കൂടുന്ന പോലുള്ള ചർച്ചകളും ആ ചർച്ചകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും ആ നിർദ്ദേശങ്ങളുടെ പുറത്തുള്ള പ്ലാനുകളുമാണ് പോകുന്നത്. അതായത് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് സാർ, താങ്കൾ പറയുന്നത് ഇപ്പോഴും ഈ പരിശോധനകളോ അന്വേഷണങ്ങളോ അതല്ലെങ്കിൽ ഈ രക്ഷാദൗത്യം അങ്ങനെ വിളിക്കാമോ എന്നറിയില്ല, ഏതായാലും ഈ ദൗത്യം ഒരു ശരിയായ ദിശയിലല്ല പോകുന്നത് എന്നാണോ? അതായത് ഇതിൻ്റെ കോർഡിനേഷൻ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് ജില്ലാ കളക്ടർ മാത്രം കോർഡിനേറ്റ് ചെയ്താൽ പറ്റുന്നൊരു കാര്യമല്ല ഇത്. ജില്ലാ കളക്ടറുടെ പരിമിതിയുണ്ട് അവർക്ക്. ഇത് കോർഡിനേറ്റ് ചെയ്യപ്പെടേണ്ടത് സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണറും സ്റ്റേറ്റ് കമാൻഡർ ഇൻ ചീഫുമാണ് ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ടത്. അത് ഇവിടെ നിന്ന് ഡിമാൻഡ് ചെയ്തിട്ടല്ല, തിരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ തിരിച്ച് ചെയ്താൽ ആരെയും വിളിക്കാൻ പറ്റും, ഏത് മിഷ്യൻസും കൊണ്ടുവരാൻ പറ്റും, ഏത് സംവിധാനവും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒരു കോർഡിനേഷൻ അവിടെ നടക്കണം. ആ കോർഡിനേഷൻ ഇപ്പോഴും ലാഗിങ് ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായ ഒരു കേസ് സ്റ്റഡിയാണ്. അവിടെ ലാഗിങ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒരേ സമയം പാരലായി പലതും ചെയ്യാൻ പറ്റത്. എക്സ്കവേറ്റർ വന്നാൽ ഡ്രോൺ വരില്ല, ഡ്രോൺ വന്നാൽ അടുത്ത നേരത്തെ ഇവിടെ ഉണ്ണിസാറ് പറഞ്ഞ മിഷൻ വരില്ല. അങ്ങനെ അല്ലല്ലോ, ഇത് ഓരോ സാധനവും. അതായത് ഈ ദുരന്ത മുഖത്ത് നടക്കുന്ന ഈ ദൗത്യം എങ്ങനെ പോകണം, ഏത് ദിശയിലായിരിക്കണം, ആരാണ് അതിന്റെ കമാൻഡർ ഇൻ ചീഫ്, എങ്ങനെയാണ് അത് ഏകോപിപ്പിക്കേണ്ടത്, എന്തൊക്കെ സംവിധാനങ്ങളിലൂടെയാണ് ഈ പരിശോധനകളൊക്കെ മുന്നോട്ട് പോകേണ്ടതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തമായ ചിത്രം ഇല്ല എന്നൊരു വലിയ വിമർശനമാണ് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ഈ ചർച്ചയിൽ. അതായത് നാളെ അല്ല, ഒരു മിനിറ്റ് സാറേ, നാളെ ഏതോ മിഷൻ വരുമെന്നാണ്. ഗോവയിൽ നിന്ന് നാളെ ഏതോ മിഷൻ വരുമെന്നാണ്. അതെന്ത് മിഷനാണ്? MLA പറഞ്ഞനുസരിച്ച് നാളെ ഏതോ മിഷൻ വരുമെന്നാണ്. അതെങ്ങനെയാണ് ശരിയാകുന്നത്? 12ാമത്തെ ദിവസം പറയുകയാണ് നാളെ മിഷൻ വരുന്നത്. അത് ശരിയാവത്തില്ല. ഇത് 1ാമത്തെ ദിവസം, 2ാമത്തെ ദിവസം, 3ാമത്തെ ദിവസം കൊണ്ട് എന്താണ് പ്ലാൻ ഓഫ് ഓപ്പറേഷൻ, ഏതൊക്കെ ഏജൻസികൾ ബന്ധപ്പെടണം, ഏതെല്ലാം അഡ്വാൻസ്ഡ് മിഷൻസ് ഇവിടെ വരണം, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യത്തെ ആളുകളെ ആരെ കൊണ്ടുവരണമെന്നുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാവുകയും അത് കോർഡിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ല, ഇപ്പോഴും അത് നടക്കുന്നില്ല. ബാക്കി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. അല്ല, ഇനി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സുഭാഷ് ചന്ദ്രബോസ് സാർ, അതായത് അർജുനെ കണ്ടെത്താനുള്ള സാധ്യതകൾ ഇനി എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. കാരണം നമ്മൾ ഇനി വസ്തുതകളെ കാണാതിരുന്നിട്ട് കാര്യമില്ല. ലെറ്റ് us call a spade a spade. കാരണം എന്ന് വെച്ചാൽ ഇനി അർജുൻ ജീവനോടെ ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടോ? അർജുൻ എവിടെയായിരിക്കും? അർജുന് വേണ്ടി ശരിയായിട്ടുള്ള തിരച്ചിൽ ഇനി നടക്കേണ്ടത്. അർജുനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം അവിടെ കുടുംബം കാത്തിരിക്കുന്നു, നാട്ടുകാർ കാത്തിരിക്കുന്നു, നമ്മളെല്ലാവരും ഈ ദിവസങ്ങളിൽ അർജുന് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് മുന്നിൽ തരാൻ ഒരു വിവരമുണ്ടോ? അങ്ങനെ ഒരു വിവരം ഇനി എപ്പോൾ കിട്ടും എന്ന ചോദ്യമൊക്കെ ഇതുവരെ ചോദിച്ചതുപോലെയല്ലാതെ കുറെ കൂടി ശക്തമായ ആ ചോദ്യങ്ങൾ ഉയർന്നു വരും.